ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ 4 കമ്പാർട്ട്മെൻറ്റുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേയിൽ ഫുഡ് പാക്ക് ചെയ്ത് വെച്ചാൽ ലേറ്റായിട്ട് കഴിക്കുന്നവർ അത് കഴിച്ചിട്ട് അവരവർ തന്നെ അത് കഴുകി വെച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നു, ആര് പാത്രം കഴുകും? അങ്ങനെ ഒരു കമൻറ്റ് വന്നു, പാത്രം ആര് കഴുകുമെന്ന്. ശരിയല്ലേ? എത്ര പേര് പാത്രം എന്നിട്ട് കഴുകി വെക്കും ലേറ്റായിട്ട് കഴിച്ചിട്ട്? മിക്കവാറും ഇപ്പം രാത്രിയാണ് കഴിക്കുന്നതെങ്കിൽ രാവിലെ ആ പാത്രം ഉണങ്ങി പിടിച്ചിരിക്കും. വീട്ടിലെ ഗൃഹനാഥ തന്നെ അത് കഴുകി വെക്കേണ്ട ഗതികേട് വരാറുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ അവരവർ കഴിച്ച പാത്രം അവരവർ തന്നെ കഴുകി വെക്കാറുണ്ടോ? അല്ലെ കുടിച്ച ഗ്ലാസ് അപ്പം തന്നെ കഴുകി അവരവർ തന്നെ വെക്കാറുണ്ടോ? എങ്കിൽ നിങ്ങളൊരു മാതൃകയാണ്. നിങ്ങളത് എല്ലാവരോടും പറയണം. അപ്പോഴേ മറ്റുള്ളവരും അത് ചിന്തിച്ച് അവരുടെ വീട്ടിലും അതൊന്ന് നടപ്പാക്കാൻ ശ്രമിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ പാത്രം കഴുകൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രിയിലെ സമയത്ത് എല്ലാം പാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ എത്ര വീടുകളിലുണ്ട് ഡിഷ് വാഷർ, എത്ര വീടുകളിലുണ്ട് സെർവൻസ്, അതേപോലെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡും കുട്ടികളും ഒക്കെ എത്ര വീടുകളിലുണ്ട്. ബാക്കി വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ വളരെ കഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഇവരെ ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. അങ്ങനെയുണ്ട്. ഹസ്ബൻഡിനെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ചില പെൺകുട്ടികളെ കൊണ്ടും അമ്മമാരൊന്നും ചെയ്യിക്കത്തില്ല. അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് അവർ തന്നെയല്ല അങ്ങ് ചെയ്യുവേ. എന്നൊരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കാലുവേദന, നടുവേദന, കൈവേദന, ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വളരെ വൈകിപ്പോകും. കാരണം മറ്റുള്ള അംഗങ്ങളെല്ലാം അങ്ങനെ അങ്ങ് ട്രെയിൻഡായി. അവരുടെ കാര്യങ്ങളൊക്കെ പോകും. അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെയുള്ള ജോലിയായിട്ട് ഇരിക്കും ഈ പാത്രം കഴുകൽ. അപ്പം നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കുക. ഈ ഭാര്യ അല്ലെങ്കിൽ അമ്മ അടുക്കളയിൽ എപ്പോഴും പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ? അവരെപ്പോഴും കൈക്ക് വേദന, നടുവേദന എന്നൊക്കെ പറയുന്നുണ്ടോ? ഈ ആർത്രൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൈയുടെ വിരലിൻ്റെ ജോയിൻസിനൊക്കെ നല്ല പെയിൻ വരും. പാത്രം കഴുകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ അവർ കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു ചെറിയൊരു സഹായമല്ലേ നിങ്ങൾ കുടിക്കുന്ന ആ ചെറിയ കപ്പ് ഒന്ന് കഴുകി വെക്കുക എന്നുള്ളത്, നിങ്ങൾ കഴിക്കുന്ന ആ പാത്രം ഒന്ന് കഴുകി വെക്കുക എന്നുള്ളത് അല്ലേ? അതൊരു സ്നേഹ പ്രകടനം കൂടാണ് കേട്ടോ. അവർക്ക് നിങ്ങളോടുള്ള കരുതൽ കൊണ്ടാണ്, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കാതെ ആ പാവങ്ങൾ അടുക്കളയിൽ കിടന്ന് കൈ വയ്യെങ്കിലും നടു വയ്യെങ്കിലും എല്ലാം അവർ തന്നെ എല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത്. അപ്പം നിങ്ങൾ ഇത്രയെങ്കിലും നിങ്ങൾ അവർക്കൊന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നവർ ഒന്ന്